ക്രിസ്ത്യൻസിന് ഒരു ഇൻസെക്യൂരിറ്റി ഒന്നും BJP ഭരണത്തിലില്ല. പക്ഷേ ദേവാലയങ്ങൾ ആർക്കും വിടുമോ? ആരെങ്കിലും ഒരു ആൾക്ക് ജ്ഞാനസ്നാനം കൊടുത്തു എന്ന് വേറൊരു ചോദ്യം ചെയ്താൽ ഞങ്ങൾ ചോദിക്കും. ഇൻസെക്യൂരിറ്റി ഇപ്പോൾ ഇല്ല. പക്ഷേ ചിലർ പറയുന്നുണ്ട് നമ്മുടെ പരിപൂർണമായിട്ട് ഒരു BJP ആധിപത്യം ഇന്ത്യയിൽ വന്നു പോയാൽ മൈനോറിറ്റീസിന് ഇൻസെക്യൂർ ആയിരിക്കും എന്നൊക്കെ പറയുന്നവരുണ്ട്. എനിക്കറിഞ്ഞുകൂടാ. മുസ്ലിങ്ങൾ ഒരു പക്ഷേ കാണുന്നുണ്ടായിരിക്കും ഹൈന്ദവ ആധിപത്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ തുരത്തുമെന്ന്. കാരണം മുസ്ലിം ആധിപത്യമുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുന്ന മറ്റുള്ളവരെ തുരത്തുക എന്നുള്ളതാണ്. ക്രൈസ്തവരെല്ലാം അവിടുന്ന് ഓടിച്ചുവിടുകയല്ല. ആ ശൈലിയിൽ അവരിവരെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ടാവാം. മോഡി ഈസ് ആസ് എ പേഴ്സൺ ഈസ് എ ഗുഡ് ലീഡർ. അദ്ദേഹം ആ ലീഡർഷിപ്പ് വളർത്തിയെടുക്കാനായിട്ട് വളരെയേറെ പരിശ്രമിച്ചു. അത് വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെയും അദ്ദേഹം ആരുമായിട്ടും ഏറ്റുമുട്ടലിന് പോയില്ലല്ലോ. ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുമായിട്ട് ഏറ്റുമുട്ടലിന് പോയിട്ട് ജയിക്കാനല്ലല്ലോ നോക്കുന്നത്. നേതൃത്വപരമായിട്ടുള്ള പ്രാഗൽഭ്യം വളർത്തിയെടുത്തിട്ടല്ലേ വിജയിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള നേതൃത്വത്തിൽ അദ്ദേഹം വളർന്നു വന്നതുകൊണ്ടും എന്താ പറയുന്നത്, വെൻ ദർ ഈസ് സെക്യൂരിറ്റി ഫീലിംഗ് ഫോർ ദ പീപ്പിൾ, മറ്റ് ചില പിഴവുകളുണ്ടെങ്കിൽ പോലും അതെല്ലാം മറക്കും ജനം, അതിൽ ഉറച്ചു നിൽക്കും. ഇപ്പം സെക്യൂരിറ്റി ഫീലിംഗ് സെൻട്രൽ ഗവൺമെൻറ് അതായിരുന്നു. നമസ്കാരം. സൺഡേ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ക്രിസ്ത്യൻ സഭകൾക്ക് BJPയോടുള്ള അയിത്തം മാറിയോ? അനിൽ ആന്റണിയിൽ മാത്രമായി ഒതുങ്ങുന്നില്ലേ BJPയുടെ ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ള നീക്കം? കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസമാർജിക്കാനുള്ള ശ്രമം ഫലം കാണുന്നുണ്ടോ? സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള BJPയുടെ കൊണ്ടുപിടിച്ച നീക്കങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന മറുപടികൾ കിട്ടുന്നുണ്ടോ? തലശ്ശേരി ബിഷപ്പിന് പിന്നാലെ സിറോ മലബാർ സഭ പരമാധ്യക്ഷന്റെ വാക്കുകളും BJPക്ക് ഊർജ്ജമാകുന്നു. മോദി ലോകത്തെ ശക്തനായ ഭരണാധികാരിയെന്നും BJP ഭരണത്തിൽ ക്രൈസ്തവർ അരക്ഷിതല്ലെന്നുമുള്ള മാർ ജോർജ് ആലഞ്ചേരിയുടെ നിലപാട് ഇരു മുന്നണികൾക്കും ചൂണ്ടുപലകയാകുന്നു. മതമേലധ്യക്ഷന്മാരുടെ നിലപാടുകൾ വിശ്വാസമൂഹം പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളുമോ? കേരള രാഷ്ട്രീയത്തിൽ സഭകളുടെ നിലപാടിന്റെ പ്രതിഫലനം എന്താകും? സൺഡേ ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്തു. ശ്രീ KVS ഹരിദാസ് BJPയുടെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്നു. കോൺഗ്രസ് പ്രതിനിധിയായി ശ്രീ രാജു P. നായർ, ശ്രീ സലം അടവൂർ LJയുടെ പ്രതിനിധിയായി ചർച്ചയിലുണ്ട്. ശ്രീ PC ജോർജ് ജനപക്ഷം, അദ്ദേഹവും ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ആദ്യം ശ്രീ KVS ഹരിദാസ്, ഈ കഴിഞ്ഞ കുറേ നാളുകളായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിന് പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയ പശ്ചാത്തലം നമ്മൾ കണ്ടു. അരമനകൾ തോറും നേതാക്കന്മാർ കണ്ടിരുന്നു, കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ഇപ്പോൾ സമീപകാലത്തായി വരുന്ന പ്രസ്താവനകൾ ആദ്യം ഉണ്ടാകുന്നത് തലശ്ശേരി ബിഷപ്പിന്റെ ഭാഗത്ത് നിന്നാണ്. അത് റബ്ബറിന്റെ വിലയുമായി ബന്ധപ്പെട്ട് ഒരു പിന്തുണ കിട്ടിയാൽ കേരളത്തിൽ ഒരു MP BJPക്ക് അപ്രാപ്യമല്ല എന്ന് പറഞ്ഞു വെക്കുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ നിലപാട്, മോദിയെ പിന്തുണച്ച് BJPയെ പിന്തുണച്ച് ഞങ്ങൾക്ക് BJPയുടെ അയിത്തമില്ല എന്ന് പറഞ്ഞു വെക്കുന്നത് എന്ത് പ്രതീക്ഷ ആ പാർട്ടിക്ക് നൽകുന്നു? അല്ല രഞ്ജിത്ത്, ഇതില് നമ്മൾ ആദ്യം കാണേണ്ടത് ഈ കർദിനാളിൻ്റെയൊക്കെ പ്രസ്താവന അതിനെ രാഷ്ട്രീയമായിട്ട് കാണേണ്ടതില്ല. അദ്ദേഹം വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഭയുടെ നിലപാടാണ്. അദ്ദേഹം നിഷ്പക്ഷമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നടത്തുന്നത്. ആ വിലയിരുത്തൽ മനസ്സിലാക്കാനുള്ള വിജ്ഞാനവും ബോധവും പ്രാവീണ്യവും ഒക്കെ കേരളത്തിലെ സമ്മതിദായകർക്കുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്, ഇപ്പം ക്രൈസ്തവ സഭയ്ക്കുണ്ട്. നമുക്കറിയാലോ, നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു അനവധി വർഷങ്ങളോളം. ഈ കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭയുടെ മേധാവി മോഡിയെ കാണാൻ പോയിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താ? മോഡി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് ഗുജറാത്തിൽ ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. അവരുടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു, അതിന് പരിഹാരം കണ്ടിരുന്നു എന്ന് 2 ദിവസം മുമ്പല്ലേ ഓർത്തഡോക്സ് സഭയുടെ മേധാവി ഡൽഹിയിൽ മോഡിയെ കണ്ടതിന് ശേഷം പത്രലേഖകരോട് പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇപ്പോൾ ആലഞ്ചേരി പിതാവ് പറയുന്നത് മാത്രമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ 3 കർദിനാൾമാർ ഒന്നിച്ച് മോഡിജിയെ കാണാൻ പോയി. അതിനുശേഷം ഞങ്ങളാരുമല്ല പത്രക്കാരെ കണ്ടത്.
ഈ 3 കർദിനാൾമാരും കൂടി ഡൽഹിയിൽ പത്രലേഖകരെ കണ്ടു. അന്ന് അവർ പ്രകടിപ്പിച്ച ഒരു അഭിപ്രായമില്ലേ? അദ്ദേഹം ഞങ്ങളിൽ ഒരാളായിട്ട് ഞങ്ങൾക്ക് തോന്നി, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് വരാം, അതിന് പരിഹാരം കാണാം. അങ്ങനെ ഞങ്ങളിൽ ഒരാളായിട്ട് ഞങ്ങൾക്ക് തോന്നി എന്ന് ഈ 3 കർദിനാൾമാർക്കും അന്ന് തോന്നിയിരുന്നു. അതിൻ്റെ ഒരു ആവർത്തനമല്ലേ? ഞങ്ങൾ ഈ സഭകളുമായിട്ട് ഒരു നല്ല സൗഹൃദ ബന്ധം ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങൾ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്താറുണ്ട്. ഞങ്ങൾ പരസ്പരം കാണാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്, പ്രയാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോ അദ്ദേഹം തന്നെ അത് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോ ഒരു ഈസ്റ്റർ ദിനത്തില് നരേന്ദ്രമോദി ഇപ്പോൾ ഡൽഹിയിലെ അവിടെ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ ഇന്ന് പോകുന്നുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. തീർച്ചയായും ശ്രീ കെ വി ശിവദാസ്, അത്തരം നീക്കങ്ങൾ സ്വാഭാവികമായും അധികാരത്തോട് ചേർന്ന് നിൽക്കുക, അധികാരത്തിന്റെ പരമാവധി ആനുകൂല്യങ്ങൾ പങ്കുപറ്റുക, ഒപ്പം തങ്ങൾക്കൊപ്പമുള്ളവരെ സുരക്ഷിതരായി ഈ രാജ്യത്ത് ജീവിപ്പിക്കുക എന്നതൊക്കെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരടക്കം ഈ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള അവർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള ഗുണം ചെയ്യുമെന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ ഒരുപാട് ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് 2000 വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ഏത് തരത്തിൽ BJPക്ക് ഗുണം ചെയ്തു എന്നുള്ള ഇത്രയും നാൾ നമ്മൾ കണ്ടതാണ്. ഇനി അങ്ങോട്ട് ഇത്തരം പ്രസ്താവനകൾ, നിലപാടുകൾ BJPയെ എങ്ങനെ സഹായിക്കുമെന്ന് പ്രസക്തമാണല്ലോ. കാരണം രാഷ്ട്രീയമായി കാണേണ്ട എന്ന് പറയുമ്പോഴും രാഷ്ട്രീയമായി ഒരുപാട് ലക്ഷ്യം BJPക്കുള്ള സംസ്ഥാനം കൂടിയാണല്ലോ കേരളം. അല്ല രഞ്ജിത്തിന്റെ സംശയത്തിനുള്ള മറുപടിയും ആലഞ്ചേരി പിതാവ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇന്ന് പറയുന്നുണ്ട്, കേരളത്തിലെ നായർ സമുദായം കോൺഗ്രസിനൊപ്പം ചേർന്ന് നിന്നിരുന്നതാണ്. അതിലെ ഒരു വിഭാഗം ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം കാണിച്ചു. ഇപ്പോൾ അവർ BJPയോട് അടുക്കുന്നു. ക്രൈസ്തവ സഭയെക്കുറിച്ചും അദ്ദേഹം നൽകുന്ന സൂചന ആ ചോദ്യത്തിലും ഉത്തരത്തിലുമുണ്ട്. ഞങ്ങളത് പറയേണ്ടതില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ആലഞ്ചേരി പിതാവ് നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണം അത് BJPയുടെ രാഷ്ട്രീയ മുഖമാക്കാൻ ചിലർക്കൊക്കെ താല്പര്യം ഉണ്ടാകുമായിരിക്കും. പക്ഷെ ഞങ്ങൾ വളരെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു ക്രൈസ്തവ മേധാവിയാണ് അദ്ദേഹം. ഞങ്ങളുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ ഹൃദയം തുറന്ന ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് തിരിച്ചറിയാനുള്ള വിവേകവും ബുദ്ധിയും ഒക്കെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട്, കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട്. വേറൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. നേരത്തെ കോൺഗ്രസിനൊപ്പം ഇവരൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ടാവാം ക്രൈസ്തവ സഭകൾ പലതും പല കാലഘട്ടത്തിലും. ഇന്ന് കോൺഗ്രസ് രാജ്യത്തുണ്ടോ? കോൺഗ്രസ് അധപ്പതിച്ചില്ലേ? കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ഭാവിയുണ്ടെന്ന് അവർ കരുതുന്നുണ്ടോ? അപ്പോൾ അതിനൊപ്പം നടക്കണം, അതിനൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് ക്രൈസ്തവ സഭയിൽ ആരെങ്കിലും കരുതുമെന്ന് കരുതാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? മാത്രമല്ല, ഗോവയിൽ, നാഗാലാൻഡിൽ, മണിപ്പൂരിൽ, മേഘാലയയിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ചിത്രം നമുക്ക് മറന്നിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുമോ? ഏതാണ്ട് 87% നാഗാലാൻഡിലെ ക്രൈസ്തവ വോട്ടർമാരുടെ എണ്ണം. 88% ക്രൈസ്തവരാണുള്ളത്. മേഘാലയയിൽ 75% ഉണ്ട്. മണിപ്പൂരിൽ 42%. ഗോവയിലെ, സൗത്ത് ഗോവയില് 1/3 36%-ലധികം ക്രൈസ്തവരാ. അവിടെയൊക്കെ BJP ജയിച്ചില്ലേ? അവിടെയൊക്കെ BJPയുടെ കൂടെ വരാൻ ക്രൈസ്തവ സമൂഹം തയ്യാറായില്ലേ? അവർക്കൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടോ? ഇന്നിപ്പോ കർദിനാൾ ആലഞ്ചേരി പിതാവ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കെന്താ? വളരെ പ്രധാനപ്പെട്ട വാക്കെന്താ? ക്രിസ്ത്യൻസ് ഡോണ്ട് ഫീൽ ഇൻസെക്യൂർ ഇൻ ഇന്ത്യ എന്നതല്ലേ? അതൊരു മെസ്സേജ് അല്ലേ? ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ് അല്ലേ? ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ ഇവിടെ സെക്യൂർഡ് ആണ്, ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട എന്നുള്ളൊരു മെസ്സേജ് ലോകത്തിന് കൊടുക്കുകയല്ലേ ചെയ്യുന്നേ ആ കർദിനാൾ പിതാവ്, ആലഞ്ചേരി പിതാവ്. അതാണ് അതിന്റെ പ്രാമുഖ്യം. രാജു പി നായർ, ഈ BJP ന്യൂനപക്ഷങ്ങളോട് അടുക്കുന്നു, അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ക്രിസ്ത്യൻ സഭാ മതമേലധ്യക്ഷന്മാരൊക്കെ BJPക്ക് അനുകൂലമായി പല പ്രസ്താവനകൾ ഇറക്കുമ്പോൾ കോൺഗ്രസിന്റെ UDF നേതാക്കൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ സുരക്ഷിതരല്ല, ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല.
സംസ്ഥാനത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾ എടുത്തു കാട്ടി ഈ വിഷയത്തിൽ കുറച്ചുകൂടി ബലം പകരാൻ നേതാക്കൾ ശ്രമിക്കുന്നു. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട സഭയുടെ പരമാധ്യക്ഷൻ പറഞ്ഞു വെക്കുകയാണ്, ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ സുരക്ഷിതരാണ്, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് BJP-യിൽ വിശ്വാസമാണ്, ഞങ്ങൾ മോദിയുടെ ഭരണം അതേ രീതിയിൽ അംഗീകരിക്കുന്നു, ലോകത്തിലെ ഏറ്റവും ശക്തനായ നേതാവാണ്, ഏത് സമയത്തും എന്തു കാര്യവും കേൾക്കാനും അത് പരിഹരിക്കാനും തയ്യാറുള്ള ഒരാളായി മോദി മാറുന്ന സാഹചര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെന്നാണ് താങ്കൾ കരുതുന്നത്? നിങ്ങൾ ഉയർത്തിയ നിലപാടിന് ഘടകവിരുദ്ധമാണല്ലോ അത്. ഈ ഫെബ്രുവരി 16 ജന്തർ മന്ദിറിൽ ക്രൈസ്തവ സഭയിൽപ്പെട്ട നമ്മുടെ വൈദികർ ഉൾപ്പെടെയുള്ളവർ സമരത്തിലായിരുന്നു. എന്തിനാണെന്നറിയോ? ഈ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളിൽ പള്ളികളോടും ക്രിസ്തീയ സഭകളോടും എതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വേട്ടയാടലിനെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ സമരത്തിലായിരുന്നു ജന്തർ മന്ദിറിൽ. എന്തെങ്കിലും നടപടി എടുത്തതായിട്ട് ബഹുമാനപ്പെട്ട BJP-യുടെ പ്രതിനിധിക്ക് ഇവിടെ പറയാൻ സാധിക്കുമോ? അപ്പൊ സഭകളുടെ നിലപാടല്ല, സഭയെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുള്ള ചിലരുടെ നിലപാടാണ്. സഭയുടെ നിലപാട് എന്താണെന്നുള്ളത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അറിയും. ഇതല്ല സഭയുടെ നിലപാട്. സഭയ്ക്കകത്ത് വ്യത്യസ്ത നിലപാടുകൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഫാദർ പോൾ തേലക്കാട്ടിനെ പോലെയുള്ള ഇന്നും ഈ സംഘപരിവാറിന്റെ ക്രിസ്തീയ വിരുദ്ധതയ്ക്കെതിരെ ഒരു ആശയപരമായ പോരാട്ടം നയിക്കുന്ന ക്രൈസ്തവ സഭകളിൽപ്പെട്ട വൈദികരും മറ്റുള്ളവരുമെല്ലാം അതിനെതിരെ രംഗത്ത് വരും. ഞാൻ ഇതിനെക്കുറിച്ച് ആലഞ്ചേരി പിതാവിനെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷെ നമ്മുടെ സഭയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന. അപ്പൊ സഭയെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ചിലർക്ക് രക്ഷപ്പെടാനോ എന്നുള്ളതൊക്കെ മറ്റൊരു ചർച്ചയായിട്ട് നമുക്ക് പോകാന്നുള്ളതാണ്. ഈ 2021 525 കേസുകളാണ് ക്രിസ്തീയ സഭകളെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. 2022 600 കേസുകൾ ഉണ്ടായി. നമ്മുടെ സമീപ പ്രദേശമായിട്ടുള്ള മംഗലാപുരത്ത്, ചിക്മംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം. വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ബൈബിള് കത്തിച്ച സംഭവങ്ങൾ നമുക്കറിയാം. ഈ അരുണാചൽ പ്രദേശിൽ BJP അധികാരത്തിൽ വന്നു. അവിടെ രാത്രി പള്ളിയിൽ വീടുകളിൽ പ്രാർത്ഥന നടത്തുന്നതിനെ സംബന്ധിച്ച് ഉണ്ടായ തർക്കം നമുക്കറിയാം. എവിടെയാണ് ക്രിസ്തീയ സഭകൾക്ക് നീതി ലഭിച്ചിട്ടുള്ളത്? എപ്പോഴാണ്? ഞാൻ ചോദിക്കുന്നത്, BJP നരേന്ദ്രമോദി പറയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സംഘപരിവാറിന്റെ നിലപാടെന്താ? BJP പല സംസ്ഥാനങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്താണ്? എവിടെയാണ് നീതി ലഭിച്ചത്? കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാ സമൂഹ മാധ്യമങ്ങളിൽ ഒരു അച്ഛൻ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന കഥ കേട്ടില്ലേ? എത്രയോ കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. 2008 ഒഡീസയിൽ നടന്നിട്ടുള്ള ആക്രമണം ഉൾപ്പെടെ, ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്ന ഉൾപ്പെടെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന ഉള്ള സ്ഥലത്ത് അവർക്കൊന്നും നീതി ലഭിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു സഭയുടെ എന്താ പറയുക മെത്രാൻ പിതാവ് ക്രിസ്തീയ സഭകൾക്ക് മുഴുവൻ BJP സംരക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സമുദായം അതിനെ തള്ളി പറയുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പിന്നെ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാലോ. ഇവർ ഇത്തരത്തിലുള്ള ചില നോൺ എൻറ്റിറ്റീസിനെയൊക്കെ കോൺഗ്രസിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയിട്ട് ഇവർ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അതിന്റെ ഭാഗമാക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? 2019 തെരഞ്ഞെടുപ്പിന് മുമ്പാണ് അൽഫോൺസ് കണ്ണന്താനത്തിനെയും ടോം വടക്കനെയും എല്ലാം BJP-യിൽ എത്തിച്ചത്. ടോം വടക്കൻ പോയിട്ട് തൃശ്ശൂർ അദ്ദേഹം മത്സരിക്കാൻ വേണ്ടിയിരുന്നാണല്ലോ. പിന്നെ സ്ഥാനാർത്ഥി വേറെ എങ്കിൽ പോലും ടോം വടക്കൻ പോയിട്ട് തൃശ്ശൂർ വല്ലതും സംഭവിച്ചോ? അൽഫോൺസ് കണ്ണന്താനത്തിനെ എറണാകുളത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. എന്തായിരുന്നു അവസ്ഥ? ഏറ്റവും ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി എറണാകുളത്ത് ഹൈബിയുടെ ജയിക്കുന്നതല്ലേ നമ്മൾ കണ്ടത്. അങ്ങനെ എവിടെ പോയാലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളെല്ലാം കാണിച്ച് അതിനെല്ലാം തിരിച്ചടി BJP-ക്ക് കിട്ടി രാഷ്ട്രീയമായിട്ട്, ഇല്ലേ? 2021 എന്തായിരുന്നു അവസ്ഥ? അസംബ്ലിയിലേക്ക് സുരേന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ 35 സീറ്റ് ജയിക്കും, 35 സീറ്റ് വന്ന് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഭരണം ആര് വേണമെന്ന് തീരുമാനിക്കും. പക്ഷേ രാജു പി നായർ ഈ തുടർച്ചയായി നേരത്തെ തലശ്ശേരി ബിഷപ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ബിഷപ്പ് കൂടി അത്തരത്തിൽ രംഗത്ത് വരുന്ന പശ്ചാത്തലമുണ്ട്. തുടർച്ചയായി രണ്ട് മുന്നണികളെയും വിശ്വാസമില്ല എന്ന ഈ മതമേലധ്യക്ഷന്മാർക്ക് ഈ ഇത്തരത്തിലുള്ള ചിന്ത വരുന്നത് എന്തുകൊണ്ടാണ്? ഈ രണ്ടു തരത്തിലുള്ള രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ച രണ്ട് മുന്നണികളും തങ്ങൾക്കൊപ്പം നിന്നില്ല, തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന ബോധ്യം വന്നുകൊണ്ടല്ലേ? അല്ലെ, ഞാൻ ചോദിക്കുന്ന ആ ചിന്തകൾക്ക് എന്താ അടിസ്ഥാനം? തലശ്ശേരിയിലെ ബിഷപ്പ് പറഞ്ഞത് റബ്ബറിന്റെ താങ്ങുവിലയെ സംബന്ധിച്ചാണ്. 8 വർഷത്തിന് മേലെയായിട്ട് ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഈ പറയുന്ന വിഷയത്തിൽ, കർഷകരുടെ വിഷയത്തിൽ അവരുടെ പൊതുവായിട്ടുള്ള സമീപനം നമുക്കറിയാം. കർഷക പ്രക്ഷോഭം ഉൾപ്പെടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഇനി ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞ അതേ വിഷയത്തിൽ തന്നെ
300 രൂപ അതിന് താങ്ങുവില ലഭിക്കണം എന്ന് പറയുന്ന വിഷയത്തിൽ 9 വർഷമായിട്ട് BJP എന്ത് നിലപാടെടുത്തു? ഇനി പോട്ടെ, പാംപ്ലാനി പിതാവ് പറഞ്ഞു അധികാരത്തിലിരിക്കുന്ന സർക്കാരല്ലേ, എന്താ ഇത് ചെയ്തു കൊടുത്തിട്ട് ആ വിശ്വാസം പുനഃസ്ഥാപിക്കാത്തത്? അല്ലെങ്കിൽ ആ വിശ്വാസം സ്ഥാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാലോ, എന്താ ചെയ്യാത്തത്? ഇപ്പൊ BJP പ്രതിപക്ഷത്ത് നിന്നിട്ടുകൊണ്ട് അടുത്ത പ്രാവശ്യം BJP വന്ന 300 ആക്കി തരാന്നുള്ള വാഗ്ദാനം അല്ലല്ലോ, ഭരണത്തിലിരിക്കുന്ന സർക്കാരല്ലേ. അപ്പൊ ഇതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്. ഇവർ ആശയപരമായിട്ട് മതന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്നുള്ളത് RSSന്റെ വിചാരധാര മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ അറിയാവുന്ന. ഇവർക്ക് എങ്ങനെ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ആശയപരമായിട്ടുള്ള പോരാട്ടമാണ്. ആ ആശയപരമായിട്ടുള്ള പോരാട്ടത്തിൽ ഇന്നത്തെ ഈ വിശുദ്ധ ദിനത്തിൽ ഈ ക്രൈസ്തവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും അവരുടെ ആചാര സംരക്ഷണം ഉൾപ്പെടെ അവരുടെ വിശ്വാസ സംരക്ഷണം ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായിട്ട് കാണുന്ന ഒരു ദിവസത്ത് അതിനെയെല്ലാം നെഗേറ്റ് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ബിഷപ്പ് നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ക്രൈസ്തവ സഹോദരങ്ങൾ തള്ളിക്കളയുന്നുള്ള ശരി. ആത്മവിശ്വാസത്തിലാണ് ശ്രീ രാജു പി നായർ. ശ്രീ സലിം മടവൂർ, ഇവിടെ BJPക്ക് കേരളത്തിൽ വളരണം, അവർ അതിനുള്ള പുതിയ പുതിയ മാർഗങ്ങൾ തേടുന്നു. അവർക്ക് പുതിയ സ്പേസുകൾ വേണം. കാരണം നമ്മുടെ മണ്ഡലങ്ങളുടെയൊക്കെ സ്ട്രക്ചർ അനുസരിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ കൂടി സ്വാധീനിച്ചാൽ മാത്രമേ സ്വാഭാവികമായും വിജയമെന്ന വലിയ കാര്യത്തിലേക്ക് BJPക്ക് എത്താൻ സാധിക്കൂ. അവിടെ അവർ നടത്തുന്ന നീക്കങ്ങൾക്ക് അനുകൂലമായ പ്രതികരണം മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. വലിയ വിഭാഗം വിശ്വാസികൾ തങ്ങൾക്കൊപ്പം വരും എന്ന് BJP വിശ്വസിക്കുന്നു. ആശങ്കപ്പെടേണ്ടേ ഇടതുമുന്നണിയും വലതുമുന്നണിയും? അല്ല, ഇവിടെ ആദ്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു തരം വേട്ടയാടൽ ഒരു ഭാഗത്ത്, അത് ഈ ഒരു ഘട്ടത്തിൽ ഇന്നത്തെ പ്രസ്താവന ഇറക്കിയ ചില ബിഷപ്പുമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ ഇപ്പോഴത്തെ നിലപാടിലും ചില പ്രസക്തികളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഞാൻ കൂടുതൽ ഇപ്പോൾ ഒരു ചർച്ചയിലേക്ക് വരുന്നില്ല, അത് വരും ദിവസങ്ങളിൽ നമുക്ക് ബോധ്യമാവും. രണ്ടാമത്, നേരത്തെ ശ്രീ രാജു പറഞ്ഞതുപോലെ ഈ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അക്രമം നേരെ ഇരട്ടിയായി 2015 മുതൽ. നേരത്തെ 2008 ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് സംഘപരിവാറാണ്. അത് നേരത്തെ പറഞ്ഞല്ലോ, കണ്ടമാലിൽ ഏതാണ്ട് 500-ൽ പരം ആളുകളെ തീയിട്ട് കൊന്നു, 50,000 ആളുകളെ വീടുകളിൽ നിന്ന് അടിച്ചു ഓടിച്ചു, ഒരു സാധു കന്യാസ്ത്രീയെ പരസ്യമായി ബലാത്സംഗം ചെയ്ത് നേക്കഡ് ആയിട്ട് അവരെ റോഡിലൂടെ നടത്തി പരേഡ് നടത്തി. അതിക്രൂരമായി ഇത്ര കണ്ട് ക്രിസ്തീയ സമുദായത്തോട് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അവരുടെ അനുയായികളുടെ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. രണ്ട്, നേരത്തെ ശ്രീ KV ഹരിദാസ് ഇവിടെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ക്രിസ്തീയ സഭകൾക്ക് സംരക്ഷണത്തിന് മോദിയുണ്ട്, അവർക്ക് എല്ലാവർക്കും സംരക്ഷണം. എങ്കില് ഞാൻ ചോദിക്കട്ടെ, ഉത്തർപ്രദേശിലെ മാവു എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ഡിക്കൻസ് ലാൻഡ്സ് എന്ന് പറയുന്ന ഒരു പാതിരി ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സാധന ലാൻഡ്സ്. അവരും 3 പെൺകുട്ടികളും, ആ 3 പെൺകുട്ടികൾ അവരും അവിടെ സ്ഥിരമായി പ്രാർത്ഥന, അവരെ വീടിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനാലയത്തിൽ പ്രാർത്ഥന നടത്തുന്ന ചടങ്ങുണ്ട്. അപ്പോ അവിടെ ആക്രമിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് 1 കിലോമീറ്ററിൽ താഴെ ദൂരമാണ് മൗയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ചർച്ചിൽ നിന്നുള്ളത്. അവര് 4 തവണ പോയി നേരിട്ട് പരാതി കൊടുത്തപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറഞ്ഞു. പക്ഷെ ആ ഞായറാഴ്ച 3-ാം തീയതി, ഒക്ടോബർ മാസം 3-ാം തീയതി 2020 രാവിലെ 10 മണിക്ക് ചർച്ചിൽ പ്രാർത്ഥന തുടങ്ങിയപ്പോഴത്തേക്ക് 200ഓളം ആളുകൾ വടിയും ആയുധങ്ങളുമായി വന്ന് ക്രൂരമായി അടിക്കുക. അവരുടെ മൂത്ത മകള് ഇവാ ബ്രൗണ്, അങ്ങനെ 3 പെൺകുട്ടികളും കൃത്യമായിട്ട് മൊഴി കൊടുത്തു. പോലീസ് 1 മണിക്കൂർ കഴിഞ്ഞാണ് അവിടെ എത്തിയത്. ആ പോലീസിന് ഈ സാധന ലാൻഡ്സിന്റെ പെൺകുട്ടികളെ തങ്ങളെ മൊളസ്റ്റ് ചെയ്തു എന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും ക്രൂരമായിട്ട് അവര് ആളുകളെ ചൂണ്ടി പറഞ്ഞു. 50 വയസ്സ് കൂടിയ ഒരാൾ തന്റെ തോളിൽ പിടിച്ച് പുറകോട്ട് വലിച്ചു, 30 വയസ്സുള്ള ആൾ തന്നെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടികൾ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ക്രൂരമായിട്ട് അവിടെ തന്നെ മാവിൽ തന്നെ 10-ാം തീയതി ഒക്ടോബർ 10-ന് അതേ വർഷം തന്നെ ഒരു 2 കന്യാസ്ത്രീകൾ, അതിലൊരു കന്യാസ്ത്രീ അവരുടെ അച്ഛന് ഗുരുതരമായ അസുഖം എന്ന് പറഞ്ഞപ്പോ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വാരാണസിയിൽ ഇറങ്ങാൻ വേണ്ടി കാറിൽ പോകുമ്പോൾ ശരി. സലിം മടവൂർ, ഇത്തരം സംഭവങ്ങൾ രാജ്യമെമ്പാടും ആവർത്തിക്കുന്നുണ്ട് എന്ന് തുടർച്ചയായി പറയുന്നുണ്ട് LDFും UDFും മറ്റും. പക്ഷെ അത് ഈ മതമേലധ്യക്ഷന്മാർ പറയുന്നത് ഞങ്ങൾ സുരക്ഷിതരാണ് എന്നാണ്. ക്രിസ്ത്യാനികൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. അത് വലിയൊരു വിശ്വാസ സമൂഹം വിശ്വാസത്തിലെടുക്കുന്ന ആളുകളാണ് പറഞ്ഞു വെക്കുന്നത്. പറയട്ടെ, കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ആരുടെയും സംരക്ഷണമില്ലെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന സഭയാണ്, ആളുകളാണ്. അതിനാവശ്യമായ ആളുകളുണ്ട്, ആൾശക്തിയുണ്ട്, സാമ്പത്തിക ശക്തിയുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മോദിയും കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്നും സഹായിച്ചിട്ടില്ലെങ്കിലും സുരക്ഷിതമായി നിൽക്കാനുള്ള സ്വയം ശക്തിയുള്ള ഒരു സഭകളും വിശ്വാസ സമൂഹവുമാണ്.
അത് മാത്രം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പിതാക്കന്മാർ നിലപാടെടുക്കരുത്. ദുർബലമായ സംസ്ഥാനങ്ങളിൽ BJPയുടെ നിലപാട് എന്താണ്? ഇപ്പൊ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അക്രമം ഉണ്ടാവില്ല. കാരണം എന്താ? അവിടെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളുള്ള സ്ഥലങ്ങളിൽ അക്രമം കുറയും. നമ്മുടെ ഗോവയിൽ അക്രമം കുറയും. പക്ഷെ നേരത്തെ പോലെ കർണാടകയിൽ മൈസൂരില് അവിടെ യേശുക്രിസ്തുവിന്റെ സ്തൂപ അടിച്ചു തകർക്കുന്നു. അപ്പൊ ക്രിസ്ത്യാനികൾ ദുർബലമായ പ്രദേശങ്ങളിലാണ് അക്രമം ഉണ്ടാവുന്നത്. അവർക്ക് പ്രാർത്ഥന നടത്താൻ സാധിക്കുന്നില്ല. അവിടെ കന്യാസ്ത്രീകളുടെ വേഷവുമായിട്ട് അവര് പുറത്തിറങ്ങിയാൽ ഇവരിതാ മതം മാറ്റാൻ വന്ന ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ നമ്മളൊക്കെ അവരെ കാണുമ്പോൾ വളരെ ബഹുമാനത്തോടു കൂടിയാണല്ലോ കേരളത്തിൽ പെരുമാറുന്നത്. ആ പിതാക്കന്മാരെ റോഡിൽ കാണുമ്പോൾ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ ആക്രമിക്കുന്ന ഒരു സമൂഹം ഉത്തർപ്രദേശിലും അതേപോലെ തന്നെ ഉത്തരാഖണ്ഡില്, ഛത്തീസ്ഗഡില്, മധ്യപ്രദേശില്, കർണാടകയില്, ഡൽഹിയില് ഈ സംസ്ഥാനങ്ങളിൽ ഇവരെ ഓടിച്ചിട്ട് തള്ളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. മൗയിലെ റോഡിലൂടെ പരേഡ് നടത്തിയിട്ടാണ് അച്ഛനെയും കന്യാസ്ത്രീമാരെ എന്തോ കൊലപ്പുള്ളികളെ പിടിക്കുന്നത് പോലെ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിൽ പോയി. എന്നിട്ട് അവിടെ 410/2021 FIR മാവു പോലീസ് സ്റ്റേഷനിൽ ഇട്ടത് ഈ പാവം കന്യാസ്ത്രീകൾക്കെതിരെയാണ്, ആക്രമിച്ചവർക്കെതിരെയല്ല. ശരി, തിരിച്ചു വരാം. പ്രധാനപ്പെട്ട അവധികൾ തുടരുക. അതേമായി ശ്രീ KVS ഹരിദാസ്, ശ്രീ സലം മടവൂറൊപ്പം ശ്രീ രാജു പി നായർ, ശ്രീ PC ജോർജും ചേരും. വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം. സൈബർ സെല്ലിന്റെ സഹായം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസിൽ. ഷൊർണൂരിൽ വന്നിറങ്ങിയ സമയത്ത് ഇയാളുടെ ടവർ ലൊക്കേഷൻ, അതുപോലെ തന്നെ ഇയാൾ ആരുമായി സംസാരിച്ചു, കേരളത്തിൽ നിന്ന് ഇയാൾക്ക് സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത്. കാരണം കേരളത്തിലെ സാഹചര്യങ്ങൾ, ഷൊർണൂരിൽ വന്നിറങ്ങിയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിലെ ഷൊർണൂരിലെ ഭൗതിക സാഹചര്യങ്ങൾ, ഇതൊക്കെ തന്നെ കേരളത്തിൽ നല്ല പരിചയമുള്ള ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ കേരളത്തിലെ ആരെങ്കിലും ഇയാൾക്ക് സഹായം നൽകിയിട്ടുണ്ടെന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. എന്നിട്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് അത് എപ്പോഴും ഉണ്ടാകുമെന്നാണ് ഇനി അറിയേണ്ടതുള്ളത്. ഷൊർണൂരിലേക്ക് ആകാം ഇയാളെ ആദ്യം കൊണ്ടുപോകുന്നത് എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഇയാൾ വന്നിറങ്ങിയ സമയം മുതൽ ഉള്ള കണക്ക് അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ പുരോഗമിക്കുന്നത്. എന്നാണെങ്കിലും ഇപ്പോൾ പ്രധാനമായിട്ടും ഷൊർണൂരിൽ ഇയാൾ വന്നിറങ്ങിയ സമയം മുതലുള്ള കാര്യം, ഇയാളുടെ ടവർ ലൊക്കേഷൻ, ഇയാളുടെ മൊബൈൽ ഫോണിൽ ആരെല്ലാം വിളിച്ചു എന്നുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ഷൊർണൂരിൽ എന്ത് ചെയ്തു, എത്ര സമയം ചെലവഴിച്ചു, എവിടെയെല്ലാം പോയി, ആരെല്ലാമായി കൂടിക്കാഴ്ച നടത്തി, അതോ മറ്റാരെങ്കിലും നിർദ്ദേശപ്രകാരം കാത്തിരിക്കുകയായിരുന്നോ, രാവിലെ വന്നിറങ്ങിയാൽ എന്തുകൊണ്ട് വൈകുന്നേരം വരെ കാത്തിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൽ ഉയരുന്നുണ്ട്. അത്തരത്തിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ. വളരെ രഹസ്യമായിട്ടാണ് പോലീസിന്റെ നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അന്വേഷണ സംഘത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് 2 ദിവസത്തിനുള്ളിൽ, കൃത്യമായ 2 ദിവസത്തിനുള്ളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പൂർണ്ണ ചിത്രം അന്വേഷണ സംഘത്തിന് നൽകാൻ സാധിച്ചില്ല എങ്കിൽ, അതായത് എന്തിനായിരുന്നു ഈ സംഭവം, ഇതിന് പിന്നിൽ ആര് എന്ന് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്വേഷണ സംഘത്തിന് നൽകാൻ സാധിച്ചില്ല എങ്കിൽ കേസ് NIA-ക്ക് കൈമാറുമെന്നുള്ളൊരു വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് എത്രത്തോളം വിശ്വസനീയമാണ്, എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പോലീസ് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നില്ല. കാരണം കൃത്യമായിട്ട് എല്ലാ അന്വേഷണ ഏജൻസികളുമായിട്ടും ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് എന്നും ADGP പറഞ്ഞിട്ടുണ്ട്. അതായത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും അത്തരത്തിലൊരു സമ്മർദ്ദമുണ്ട് എന്ന് പോലീസ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സമ്മതിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് UAPA ചുമത്തുന്നില്ല എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാവുന്നത്. UAPA ചുമത്തിയാൽ NIA അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസി അത് വളരെ വേഗത്തിൽ തന്നെ അവരുടെ വഴിയിലൂടെ അന്വേഷിക്കാൻ തുടങ്ങും. അവർ അതിൽ കുറെ കൂടി ഇൻവോൾവ് ചെയ്യും. നിലവിൽ ഈ കേന്ദ്രത്തിന്റെ ഈ സംഘത്തെ തടയുന്നത്, അല്ലെങ്കിൽ കേന്ദ്രത്തിന് ഈ സംഘത്തിലേക്ക് ഈ അന്വേഷണവുമായിട്ട് മുഴുവൻ വരുതിയിലാക്കാൻ കഴിയാത്തത് UAPA ചുമത്താത്തതുകൊണ്ടാണ്. പക്ഷേ UAPA ചുമത്തുന്നതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട ഈ ഒരു നടപടിയെ സാധൂകരിക്കുന്ന തെളിവുകൾ മുഴുവൻ ശേഖരിക്കേണ്ടതുണ്ട് എന്നൊരു നിലപാടാണ് പോലീസിനുണ്ട്. മുൻപൊക്കെ UAPA വളരെ വേഗത്തിൽ ചുമത്തിയ പല സംഭവങ്ങളും വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ട്രെയിൻ കത്തിച്ച ഒരു സംഭവമായിട്ട് കൂടി തീവ്രവാദ ബന്ധങ്ങളുണ്ട്, ഭീകരവാദ ബന്ധങ്ങളുണ്ടെന്ന് പ്രാഥമികമായിട്ട് തന്നെ ആർക്കും സംശയം തോന്നാവുന്ന ഒരു കാര്യം ഉണ്ടായിട്ട് പോലും UAPA എന്തുകൊണ്ട് പോലീസ് ചുമത്തുന്നില്ല എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാവുന്നത്. ഒരുപക്ഷെ ഈ NIA ഈ 2 ദിവസം കൂടി കാത്തു കഴിഞ്ഞാൽ സമാന്തര അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം പോലീസിന്റെ ഭാഗത്തുനിന്നും വേണ്ട രീതിയിലുള്ളൊരു വേഗത്തിൽ നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ ഇതിലേക്ക് NIA-ക്ക് സമാന്തരമായിട്ട് അന്വേഷണം നടത്താനുള്ളൊരു സാധ്യത അത് ഉണ്ട്. അതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അനുമതി ആവശ്യമാണ്. സ്വാഭാവികമായിട്ട് നടപടിക്രമങ്ങളാണ് അതൊക്കെ. 15 languages, 26 states.
സന ഡിബേറ്റ് തുടരുന്നു. ശ്രീ പി സി ജോർജും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി സി ജോർജ്, ഇവിടെ BJP ഇന്ന് ഈസ്റ്റർ ദിനമായി ഇന്ന് പ്രധാനപ്പെട്ട BJP നേതാക്കളൊക്കെ അരമനകളിലെത്തി പിതാക്കന്മാരെ കണ്ടു, സന്ദർശിച്ചു. രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ പലവിധ കാര്യങ്ങളിലും പലവിധ ലക്ഷ്യങ്ങൾ BJPക്കുണ്ട്. ഇത്തരം നീക്കങ്ങൾ കേരളത്തിൽ നടത്തുന്നതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഇത് ഫലം കാണുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് ഫലം കാണാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. എന്താന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഭരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലാണല്ലോ ഇവിടെ ക്രിസ്ത്യാനി കൂടുതലുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ഭരണം എപ്പോഴും ക്രിസ്ത്യാനിക്കെതിരാണ്. ഒരിക്കലും ക്രിസ്ത്യൻ സമൂഹത്തോട് നീതി ചെയ്യുന്നില്ല. അങ്ങനെ ഒരു വികാരമുണ്ട്. കാർഷിക മേഖല, കൃഷിക്കാരാണ് കൂടുതൽ. കാർഷിക മേഖല മുഴുവൻ തകർന്ന് തരിപ്പണമായി. പിന്നെ സ്കൂൾ നടത്തുന്നത് വൈദികരാ. ആ സ്കൂളിന്റെ മുഴുവൻ വേണ്ടാത്ത ടാക്സ് ഏർപ്പെടുത്തി സ്കൂൾ നടത്താൻ അനുവദിക്കില്ല. അങ്ങനെ ഇടതുപക്ഷ ഭരണം എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും ക്രൈസ്തവ സമൂഹത്തെ ഹരാസ് ചെയ്യുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുമ്പോൾ അവർക്കൊരു പിടിവള്ളി എന്ന നിലയിൽ ആകെ രക്ഷ കാണുന്നത് BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ്. അതാണ് ഇന്നത്തെ പ്രശ്നം. പക്ഷേ എനിക്കൊരു അഭിപ്രായമുണ്ടോ, ഞാൻ എന്റെ ഒരു ചിന്താഗതിയില് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു പോയാൽ പോരാ, നിർബന്ധമായും തലശ്ശേരി പിതാവ് പറഞ്ഞുള്ളത് അവരുടെ 300 വേണ്ട, ഒരു 250 രൂപയെങ്കിലും കേന്ദ്രം ഗവൺമെന്റ് പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാതെ അങ്ങനെ കയറി പിന്തുണ കൊടുക്കുന്നത് എങ്ങനെയെന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ഉറപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തെറ്റില്ല, അത് പറയാവുന്നതാണ്. അതിലും വലിയ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം, കാർഷിക മേഖല എല്ലാ ഉൽപ്പന്നങ്ങളും നശിച്ചുപോയി. അപ്പൊ അതിനുള്ള ഒരു അനുവാദം കൂടെ കിട്ടണം. അത് എല്ലാ കാർഷിക മേഖലയിലും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വില സ്ഥിരത ഉണ്ടാകാനുള്ള നടപടി കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് എടുപ്പിക്കണം. അതോടൊപ്പം ബഫർ സോൺ വലിയ പ്രശ്നമാണ്. തമിഴ്നാടുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കിടന്ന് വിഷമിക്കുകയാണ്, കൃഷിക്കാരൻ കിടന്ന് വിഷമിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് കൃഷിക്കാരന് രക്ഷപ്പെടണം വേണം. ഇതിനെല്ലാം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഒരു വാക്ക് മേടിച്ചാൽ വളരെ നല്ലതിനെ പോകാൻ പറ്റും. അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ട് കാർഷിക മേഖലകളിൽ ജനങ്ങൾ, ക്രിസ്ത്യാനി മാത്രമല്ല നായർ, ഈഴൂരും എല്ലാം ഈ BJP ഗവൺമെന്റിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ തുടരുക. ശ്രീ കെ വി അതാണ് ഒരു പ്രശ്നം. കാരണം ഇപ്പൊ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, മത്സ്യമേഖലയിലെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടും സ്വാഭാവികമായും മതമേലധ്യക്ഷന്മാർ. അങ്ങനെ ചൂണ്ടിക്കാട്ടിയാണ് പലപ്പോഴും ഇത്തരത്തിൽ ചില ഡിമാൻഡുകൾ BJPക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഞങ്ങളുടെ വോട്ട് വേണമെങ്കിൽ ഞങ്ങളുടെ ചില വിഷയങ്ങൾ പരിഗണിക്കണമെന്നുള്ളത്. പക്ഷെ അത് ഏത് തരത്തിൽ കേന്ദ്ര സർക്കാരിന് അവർക്കും കൂടി ന്യായീകരിക്കത്തക്ക വിധത്തിൽ അഡ്രസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. മറ്റൊന്ന്, നേരത്തെ നമ്മളോട് ചർച്ചയിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ടവർ ചൂണ്ടിക്കാട്ടിയതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഇത്തരം പീഡന സംഭവങ്ങൾ അതെങ്ങനെ ഇവിടുത്തെ വിശ്വാസ സമൂഹം കണക്കിലെടുക്കുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഇനിയുള്ള മുന്നോട്ട് പോക്കിൽ. ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. ആദ്യമായിട്ട് കാർഷിക മേഖലയെക്കുറിച്ച് രഞ്ജിത്ത് ഒരു കാര്യം ഓർക്കേണ്ടത്, തലശ്ശേരി പിതാവും അതിനുശേഷം താമരശ്ശേരി പിതാവും നടത്തിയ ഒരു കോളുണ്ടല്ലോ, റബ്ബറിന്റെ വില കൂട്ടാനുള്ള നടപടി സ്വീകരിക്കണം, അങ്ങനെ വന്നാൽ ഞങ്ങൾ BJPക്കൊപ്പം നിൽക്കാം. ഇവിടെ നമ്മൾ കാണേണ്ടത് BJPക്ക് ഒപ്പം നിൽക്കാൻ വിഷമമില്ല, BJPയോട് സഹകരിക്കാൻ പ്രയാസമില്ല എന്നൊരു മനസ്സ് അവർക്കുണ്ട്. അതിനൊരു ഒരു പശ്ചാത്തലം ഒരുക്കാൻ അല്ലെങ്കിൽ ആ നിലയിൽ സംസാരിക്കാൻ ആ രണ്ട് പിതാക്കന്മാർക്കും പ്രയാസം ഉണ്ടായില്ലല്ലോ. നമ്മളിപ്പോൾ അത് രാഷ്ട്രീയമായിട്ട് കാണുകയല്ല, ഞങ്ങൾ പോയി പറയിപ്പിച്ചതുമല്ല അതൊന്നും. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഉയർന്ന ഒരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശം BJP ഗവൺമെന്റ് സക്രിയമായിട്ട് സജീവമായിട്ട് പരിശോധിക്കുന്നുണ്ട്. റബ്ബർ ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ തലശ്ശേരി പിതാവുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അതിന് നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമായ നടപടികൾ എടുക്കാൻ ഇതിനൊക്കെ ചില പരിമിതികളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പിതാക്കന്മാർക്കും അറിയാം, കർഷകർക്കും അറിയാം. പക്ഷെ അതിനുള്ളിൽ നിന്നുകൊണ്ട് ശ്രീ PC ജോർജ് ഏട്ടൻ പറഞ്ഞതുപോലെ ചില നീക്കങ്ങൾ നടത്താൻ, ചില നടപടികൾ സ്വീകരിക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റിന് കഴിയേണ്ടതാണ്. ആ കാര്യം ഗവൺമെന്റും റബ്ബർ ബോർഡും ഒക്കെ പരിശോധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പറയാൻ ഞാൻ ആളല്ല. ഇതൊരു ഔദ്യോഗിക തലത്തിൽ ഉണ്ടാകേണ്ടുന്ന നിർദ്ദേശമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ റബ്ബർ കർഷകർ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ കാർഷിക സമൂഹത്തിനെയും വിശ്വാസത്തിലെടുക്കാൻ നരേന്ദ്രമോദിക്കായിട്ടുണ്ട്. ഇവരിപ്പോ കർഷക സമരത്തെക്കുറിച്ച് പറയുന്നു. കഴിഞ്ഞ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഇവർ കർഷക സമരം നടത്തി. വെസ്റ്റേൺ UPയിൽ എന്തെല്ലാം കലാപത്തിന് ഇവർ ശ്രമിച്ചു.
ടിക്കായത്തിനെയൊക്കെ മുന്നിൽ കൊണ്ടുവന്ന് ജാട്ട് സമൂഹത്തെ ഒന്നിച്ച് നിർത്തി BJP തോപ്പിക്കാം. കാരണം ഇതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ വെസ്റ്റേൺ UP-യിൽ വലിയ വിജയം നേടാൻ BJPക്ക് കഴിഞ്ഞിരുന്നു. അത് പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഈ ഒരുക്കങ്ങൾ നടത്തിയത്. അവസാനം അതിന്റെ മുന്നിൽ നിന്ന് കോൺഗ്രസിന്റെ സ്ഥിതി എന്തായി? ഉത്തർപ്രദേശിൽ അവര് കെട്ടിവെച്ച പണം കിട്ടിയോ എവിടെയെങ്കിലും? പഞ്ചാബ് ആയിരുന്നല്ലോ ഇതിന്റെ സ്ഥിരാകേന്ദ്രം. അവിടെ കോൺഗ്രസ് തൂത്തെറിയപ്പെട്ടില്ലേ? ഇപ്പൊ അനുഭവങ്ങളിൽ നിന്ന് കോൺഗ്രസുകാർ പാഠം പഠിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. കഴിഞ്ഞ ദിവസം പ്രമുഖ മാധ്യമപ്രവർത്തകൻ രാജേഷ് സർദേശായിയുടെ ഒരു ട്വീറ്റ് ഉണ്ട്. ഈ കിരൺകുമാർ റെഡ്ഡിയും അതുപോലെ തന്നെ AK ആന്റണിയുടെ മകനും ഒക്കെ BJP ചേർന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കോൺഗ്രസുകാരുടെ കൂടെ യാത്ര ചെയ്യുകയും കോൺഗ്രസ് മാത്രമേ ഉള്ളൂ നല്ലത് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന മാധ്യമ സുഹൃത്താണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് ഒരു സിങ്കിങ് ഷിപ്പാണ് എന്നുള്ള മെസ്സേജാണ് ഇത് നൽകുന്നത് എന്നാണ്. അദ്ദേഹത്തിന് പോലും തോന്നുന്നു കോൺഗ്രസ് ഒരു സിങ്കിങ് ഷിപ്പാണെന്ന്. പിന്നെ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളെക്കുറിച്ച് ആലഞ്ചേരി പിതാവ് പറഞ്ഞില്ലേ, അതിനേക്കാൾ കൂടുതൽ എന്താ വേണ്ടേ? ഇന്ത്യയിലെ ഏറ്റവും സമുന്നതനായ ക്രൈസ്തവ മതമേധാവിയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞില്ലേ, ദ ക്രിസ്ത്യൻസ് ആർ സേഫ് ഇൻ ഇന്ത്യ, ഞങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി ഇല്ല. മാത്രമല്ല ഇത് ഇവിടെ മാത്രമല്ലല്ലോ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ഞാൻ പറഞ്ഞല്ലോ 87% 75% ക്രൈസ്തവരുള്ള സംസ്ഥാനങ്ങളിൽ BJP മുന്നണിയല്ലേ അധികാരത്തിൽ വന്നത്. ഗോവയിൽ BJP വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ലേ? ഇവര് നടത്തുന്ന വെറും കള്ളപ്രചരണമാണ്. എവിടെയെങ്കിലും അല്ലറ ചില്ലറ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഡൽഹിയിൽ കൊണ്ടുവന്ന് കൊട്ടിഘോഷിച്ച് കുറെ മാധ്യമപ്രവർത്തകരുണ്ട് അതിനൊപ്പം തുള്ളാൻ, BJP വിരുദ്ധ പ്ലാങ്കിലുള്ള മാധ്യമപ്രവർത്തകർ. അതല്ലാതെ ഇവരുടെ ഈ കള്ളപ്രചരണം ക്രൈസ്തവര് പോലും വിശ്വസിക്കുന്നില്ല എന്നതാണ് ഗോവയും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും നമ്മളെ കാണിച്ചു തരുന്നത്. ശ്രീ PC ജോർജ്, ഇങ്ങനെ ഈ തുടർച്ചയായി മതമേലധ്യക്ഷന്മാർ ഇത്തരം പിന്തുണ BJPക്ക് നൽകുന്നുണ്ട് എങ്കിൽ പോലും അത് പൂർണ്ണമായും രഞ്ജിത്തെ ഒരു മിനിറ്റ് കൂടി പറഞ്ഞോളൂ. രഞ്ജിത്തെ ഒരു മിനിറ്റ് കൂടി രഞ്ജിത്തെ, ജന്തർ മന്ദറിലെ സമരത്തെ കുറിച്ച് ഇവിടെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചു. ഫെബ്രുവരിയിലാണ് സമരം നടന്നേ. നോർത്ത് ഈസ്റ്റിലെ 3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് തട്ടിക്കൂട്ടിയ സമരമാണ്. അവിടുത്തെ ക്രൈസ്തവരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഡൽഹിയിൽ വന്ന് സമരം നടത്തിയതാണ് ഈ കൂട്ടര്. അതിന്റെ ഇമ്പാക്ട് ഡൽഹിയിൽ ഉണ്ടായോ? അല്ല, നോർത്ത് ഈസ്റ്റിൽ ഉണ്ടായോ? കോൺഗ്രസിനെ പാടിയടച്ച് പിണ്ടം വച്ചില്ലേ വടക്കുകിഴക്കൻ മേഖല. എന്നിട്ട് നാണമില്ലാതെ ഇത്തരം കാർഷിക സമരം പോലെ ഇതുപോലെ തന്നെയാണ് ഈ ക്രൈസ്തവ സമരവും. ഇവര് ഒരു സ്ഥലത്ത് നന്നാവില്ല. ഞാൻ പറഞ്ഞല്ലോ, രാജീവ് സർദേശായി പറഞ്ഞതുപോലെ ഇറ്റ്സ് എ സിങ്കിങ് ഷിപ്പ്. സിങ്കിങ് ഷിപ്പല്ല, മുങ്ങിപ്പോയ കപ്പലാണ്. അതുകൊണ്ട് അവർക്കിത് പറഞ്ഞു നടക്കാം, പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകും. രാജു പി നായർ അതിന് മറുപടി പറയും, അതിലേക്ക് വരാം. ശ്രീ PC ജോർജ്, ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ അവർക്ക് ഈ അധികാരത്തിലോട് ചേർന്ന് നിൽക്കുക, അധികാരവുമായി ബന്ധപ്പെട്ടവര് ഇതുമായി അവരോട് ചേർന്ന് നിൽക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കാരണം സുരക്ഷിതത്വം സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്, നിരവധിയായ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. അതിനപ്പുറം ഈ പിന്തുണയൊക്കെ വിശ്വാസ സമൂഹത്തിന്റെ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല, ഒറ്റപ്പെട്ട ചില നിലപാടുകൾ മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത പലരും. അത് അത്തരത്തിൽ എല്ലാ BJPക്ക് ഒരാശങ്കയാകുന്ന സാഹചര്യമില്ലേ? പലപ്പോഴും ഇത്തരം പിന്തുണകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോൾ അതിന്റെ പ്രയോജനം ഒരു തരത്തിലും ലഭിക്കാത്തൊരു പാർട്ടി എന്ന ലേബൽ മാറാനുള്ള സാഹചര്യമുണ്ടോ? രഞ്ജിത്തെ, ആ പറഞ്ഞതിനകത്ത് ഒരു അർത്ഥമില്ല, വെറും കബളിപ്പീരും വഞ്ചനയാണ്. ഈ കേരളം ഇടതുപക്ഷവും വലതുപക്ഷവും, അതായത് UDF LDF തന്നെ ഭരിക്കുകയാണ്. മൂന്നാമതൊരു കക്ഷി വരരുന്നുള്ള നിർബന്ധ ബുദ്ധിയോട് 2 LDF UDF ഒരുമിച്ചുണ്ടാക്കുന്ന കള്ള ആരോപണങ്ങളാണ്. ഞാൻ നിഷ്പക്ഷമായിട്ടൊരു അഭിപ്രായം പറയുക. എവിടെ ക്രിസ്ത്യാനി ഹരാസ് ചെയ്തു പറയട്ടെ, ഞാൻ മുഴുവൻ ആളും അന്വേഷിച്ചിട്ടുണ്ട്. എവിടെ ഈ BJPയുടെ RSSന്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ നടന്ന ആക്രമണം ഒരെണ്ണം ചൂണ്ടിക്കാണിക്കട്ടെ. ആകെപ്പാടെ ഒരു സംഭവം പറയുന്നത്, ആ സംഭവം അവിടെ ലോക്കലായിട്ടുള്ള കൊള്ളസംഘം ചെയ്തതാണ്. ഞാൻ അതിനെപ്പറ്റി വിശദമായി പഠിച്ചുകൊണ്ട് പറയുക. അതല്ലാതെ എവിടെയെങ്കിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും ക്രിസ്ത്യാനികളെ തകർക്കാൻ വേണ്ടി RSSോ BJPയോ ശ്രമിക്കുന്നതായി എനിക്കറിയില്ല. ഇവിടെ CPM അല്ല കോൺഗ്രസും പറഞ്ഞിട്ട് എന്താ അർത്ഥം? അവർ ചൂണ്ടിക്കാണിക്കട്ടെ, തെളിയിക്കട്ടെ. ഞാൻ അതിന് തർക്കത്തിന് അവരുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ്. അവർ തയ്യാറാണെന്ന് കാണിക്കട്ടെ, എവിടെ നിന്ന് കാണിക്കട്ടെ. പിന്നെ KTLനെ പോലെ IS ഭീകരന്മാരല്ലേ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ IS ഭീകരന്മാർ പറഞ്ഞല്ലേ, ഫാരൂഖ് അബൂബക്കർ, ഇങ്ങനെ കൊള്ള സംഘം കേരളം കൈകാര്യം പിണറായി വിജയൻ അതിന്റെ ആളല്ലേ. മകളെ കെട്ടിച്ചു കൊടുത്തിരിക്കല റിയാസ് എന്ന് പറഞ്ഞ IS ഭീകരന്. പിന്നെ വർത്തമാനം പറഞ്ഞ കാര്യം. അപ്പൊ ഇവിടെ ഇനിയിപ്പോ ആകപ്പാടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും രക്ഷപ്പെടണമെങ്കിലും BJP കൊടുത്ത് കൂടുന്ന ഗതിയാണ്. ഈ പാവപ്പെട്ട ഹിന്ദുക്കളുടെ നില എന്താ? ശരി, ക്ഷേത്രത്തിലെ ആരാധനയ്ക്ക് പോലും തർക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. ശരി, തിരിച്ചു വരാം ശ്രീ രാജു പി നായരിനും ഒപ്പം ശ്രീ സലിം മടവൂരിനും വിഷയത്തിൽ മറുപടി ഉണ്ടാകും വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ രാജു പി നായർ, ഇവിടെ ഈ BJP എന്ന പാർട്ടി തങ്ങൾക്കൊട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത പാർട്ടിയാണ് എന്ന നിലപാടിൽ നിന്ന് ഒന്ന് സംസാരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒന്ന് കൂടിക്കാണാൻ പറ്റുന്ന, ചർച്ച ചെയ്യാൻ പറ്റുന്ന പാർട്ടിയാണ് എന്ന നിലപാടിലേക്കെങ്കിലും ഈ മതമേളധ്യക്ഷൻ മാറിയല്ലോ. അത് നല്ല ലക്ഷണമാണ് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു ശ്രീ KVS ഹരിദാസ്. ഇത് മതമേലധ്യക്ഷന്മാരെന്നൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ പിതാവിനെ അത്ര മോശക്കാരനാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിനെതിരെ 150 വൈദികർ ഈ സഭയിൽ അദ്ദേഹത്തെ മാറ്റണമെന്നും അദ്ദേഹത്തിനെതിരെ റിബൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അറിയില്ലേ? അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് ഏതാ? ഭൂമി ഇടപാടിൽ ആരാ അന്വേഷിക്കുന്നത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇതിനൊക്കെ പല താല്പര്യങ്ങളുണ്ടാവും. BJPയുടെ രാഷ്ട്രീയം എപ്പോഴും എന്താ? സമ്മർദ്ദത്തിലും ബ്ലാക്ക് മെയിലിംഗിന്റെയും രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും. ആ രാഷ്ട്രീയത്തിലേക്ക് ആരെങ്കിലും ഒക്കെ വഴിപ്പെടുകയാണെങ്കിൽ അതൊക്കെ ഒരു സമുദായത്തിന്റെ മേലടി. ഈ ഇവിടെ BJPയുടെ ഭരണത്തിൽ സുരക്ഷിതരാണെന്ന് പറഞ്ഞു. ആരെ അസുരക്ഷിതരാണെന്ന് പറയേണ്ടത്? നിങ്ങൾ പോയിട്ട് ജാർഖണ്ഡിലും കർണാടകയിലും ഒക്കെ ഉള്ള ക്രൈസ്തവരോട് ചോദിക്കണം, നിങ്ങൾ സുരക്ഷിതരാണോ എന്ന് ചോദിക്കണം. അതല്ലാന്നുള്ള തെളിവല്ലേ ഞാൻ കുറച്ചു ദിവസം നേരം മുമ്പ് ഈ ഒരു വൈദികരുടെ കരഞ്ഞുകൊണ്ടുള്ള വാട്സാപ്പ് സന്ദേശം നമ്മൾ കണ്ടത്. ഈ 2023 പിറന്നത് എങ്ങനെയാ? ഒന്ന് ആലോചിച്ച് നോക്കൂ. 2021 പിറന്നത് ജാർഖണ്ഡിൽ ഒരു പള്ളി ആക്രമിച്ചുകൊണ്ടാ അല്ലെ? ഇവിടെ ക്രൈസ്തവർ സുരക്ഷിത എന്ന് പറയുന്നു. കേരളത്തിൽ സുരക്ഷിതരാണ്. കാരണം കേരളത്തിൽ സംഘപരിവാറിന് കാലുകുത്താൻ ഇടം ലഭിക്കാത്തിടത്തോളം കാലം ക്രൈസ്തവർ മാത്രമല്ല, ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും സുരക്ഷിതരാണ്. ഒരു സംശയവും വേണ്ട. പക്ഷെ അതുകൊണ്ട് ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് സുരക്ഷിതരാണെന്ന് പറയുന്നതൊക്കെ സ്ഥാപിത താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ടാ. ഞാൻ ചോദിക്കട്ടെ, ഈ ക്രൈസ്തവരെ ഇന്ത്യയിലുള്ള BJPയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ എന്താ വിളിക്കുന്നത്? റൈസ് ബാഗ് കൺവേർട്സ് എന്നാ വിളിക്കുന്നത്. ശ്രീ ഹരിദാസിന് അറിയോ? നിങ്ങൾ തള്ളിപ്പറയാൻ നിങ്ങളുടെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ കേരളത്തിലെ മാത്രമല്ല ഈ രാജ്യത്തെ ക്രൈസ്തവരെ റൈസ് ബാഗ് കൺവേർട്സ് എന്നാ വിളിക്കുന്നത്. കേരളത്തിൽ ഓരോ പ്രാവശ്യവും BJPയെ പുറത്തു നിർത്തുമ്പോഴും അവരെ ആക്ഷേപിക്കുന്നത് അരി മേടിച്ച് മതം മാറിയവർ എന്നാണ്. ഈ അരി മേടിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് തീവ്ര ഹിന്ദുത്വ ആശയമാണെന്നുള്ള കാര്യം ചരിത്രപരമായിട്ട് മറക്കരുത്. അതിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. പിന്നെ ഇവിടെ കർഷകരുടെ കാര്യം പറഞ്ഞ്, കർഷകർക്ക് എവിടെ ഈ കർഷക സമരത്തിന് നടത്തിയിട്ടും പഞ്ചാബിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജയിച്ചു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ജയിച്ചു എന്ന് പറഞ്ഞു. ഈ മേഘാലയയിൽ ജയിച്ചങ്ങനെ BJP ആണോ? അവിടുത്തെ പ്രാദേശികമായ രാഷ്ട്രീയം, ഇൻഡിജീനസ് ആയിട്ടുള്ള കുറെ സമൂഹങ്ങളുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BJP മറ്റുള്ള പ്രാദേശിക കക്ഷികളുടെ തോളിൽ നിന്ന് ജയിച്ച തെരഞ്ഞെടുപ്പുകളാണ്. അതൊക്കെ വെച്ചുകൊണ്ടാണോ ക്രൈസ്തവരെ സംബന്ധിച്ചിട്ടുള്ള അവലോകനം നടത്താൻ പോകുന്നത്? ഇനി കർഷക സമരത്തെ പഞ്ചാബിനെ കുറിച്ച് പറഞ്ഞു. പഞ്ചാബിൽ കർഷക സമരത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ടാണ് വിധിയെടുത്തെങ്കിൽ അവിടെ ജയിക്കേണ്ടിരുന്നത് BJP ആയിരുന്നില്ലേ? BJP അല്ലല്ലോ അവിടെ ജയിച്ചത്. അപ്പൊ അതുകൊണ്ട് വെറുതെ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, മീനാകുമാരി കമ്മീഷൻ ഇവിടെ ശ്രീ PC ജോർജ് പറയുകയുണ്ടായി മത്സ്യത്തൊഴിലാളികളുടെ കാര്യം. മീനാകുമാരി കമ്മീഷനെതിരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന സമരത്തെ കുറിച്ച് മറന്നുപോയോ? അപ്പൊ എന്നാണ് BJP ഇത്തരത്തിൽ ഈ പറയുന്ന അധ്വാനിക്കുന്ന, ഞാൻ ക്രൈസ്തവർ എന്ന് മാത്രം പറയുന്നില്ല, ഈ ജനങ്ങളെ മുഴുവൻ വിഭജിക്കുന്ന രാഷ്ട്രീയത്തിനപ്പുറം എവിടെയാണ് ജനങ്ങളുടെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് അവർക്ക് സുരക്ഷ നൽകിക്കൊണ്ട് മുന്നോട്ട് പോയത്? ഈ നാട്ടിൽ നമ്മൾ കേട്ടുകേൾവിയുണ്ടോ? ഒരു വിചാരണ പോലും നടക്കാതെ കുറ്റക്കാരായിട്ട് തീരുമാനിച്ച് വീട് ബുൾഡോസർ കൊണ്ട് ഇടിച്ചു കളയുന്ന നിയമവിരുദ്ധത. അതൊക്കെ അനുഭവിക്കാൻ കിടക്കുന്ന ജനവിഭാഗങ്ങളാണ് ക്രൈസ്തവരും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം. ഇവർക്കെതിരായിട്ട് നിൽക്കുന്നവരെ ഏത് സമൂഹം നോക്കുന്നല്ല, അവരെ ഇല്ലായ്മ ചെയ്യാനുണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് ഈ സമൂഹത്തിനെതിരെയുള്ള ഇവരുടെ വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ചരിത്രപരമായിട്ട് തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഞാനിപ്പോ അതിലേക്കൊന്നും അധികം കടക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട്
ഇസ്ലാമോഫോബിയ കത്തിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയം കേരളത്തിൽ കാലുകുത്താന്ന് വിചാരിക്കണമെങ്കിൽ അതൊന്നും കേരളത്തിന്റെ മതേതര സമൂഹം അംഗീകരിക്കാൻ പോകുന്നില്ല. ശ്രീ PC ജോർജ് ഇവിടെ സൂചിപ്പിക്കേണ്ടായി, അദ്ദേഹത്തിന്റെ നിലപാടിനൊന്നും വലിയ സ്ഥായിയായിട്ടുള്ള നിലപാടുകളൊന്നുമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാലോ. ഏറ്റവും കൂടുതൽ ക്രൈസ്തവരുള്ള ഒരു പ്രദേശത്ത് എങ്ങനെയാണ് അദ്ദേഹം അവസാനം പരാജയപ്പെട്ടു പോയതെന്ന് നമുക്കറിയാലോ. അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 2-3 മുന്നണികളെയും എതിർത്തുകൊണ്ട് ജയിച്ചു വന്ന വലിയ താരപരിവേഷത്തോടുള്ള നേതാവായിരുന്നു. ആ നേതാവ് അവസാനം കൂപ്പുകുത്തി. എന്താ പറ്റിയത്? ഈ പറയുന്ന തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം പതുക്കെ വ്യതിചലിച്ചപ്പോൾ ഇനി നിങ്ങൾ ഈ പൂഞ്ഞാർ അസംബ്ലിയിൽ നിന്ന് ജയിക്കണ്ട എന്ന് ജനം തീരുമാനിച്ചു. ഇതാണ് കേരളത്തിന്റെ മനസ്സ്. കേരളത്തിന്റെ മനസ്സ് ഈ പറയുന്ന സംഘപരിവാറിനെ പുറത്തു നിർത്തുന്ന മനസ്സാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പേര് വെച്ചുകൊണ്ടുള്ള ഒരു കപട രാഷ്ട്രീയം മുന്നോട്ട് വെച്ചാൽ ജനം അതിനെ പുറത്തു തള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ഫെബ്രുവരി 16 ജന്തർ മന്ദിറിൽ നടന്ന സമരത്തെ കുറിച്ച് പറഞ്ഞു. കണ്ടോ, ശ്രീ ഹരിദാസ് ഇവിടെ പറഞ്ഞതിൽ തന്നെ ആ സമുദായത്തോടുള്ള എതിർപ്പ് അല്ലെങ്കിൽ അവരുടെ മനോഭാവം വ്യക്തമല്ലേ? അവിടെ പാദ്രിമാരുൾപ്പെടെ ആക്രമിക്കപ്പെട്ട സമൂഹം ജന്തർ മന്ദിറിൽ നീതി തേടി സമരം നടത്തിയപ്പോൾ അവരെ രാഷ്ട്രീയ ഉപകരണമായും EDയുടെ അന്വേഷണം നടത്തുന്ന ഒരു മതമേലധ്യക്ഷൻ തങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞപ്പോൾ സഭയുടെ നേതാവായിട്ടും ചിത്രീകരിക്കുന്ന കണ്ടില്ലേ? ഇതാണ് BJPയുടെ രാഷ്ട്രീയം. ഇതാണ് BJP. ശരി, ശ്രീ സലീം മടവൂർ, ഇവിടെ ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് BJP നടത്തുന്ന പ്രചരണങ്ങൾ നമുക്കറിയാം. ഇന്നലെ തലശ്ശേരി ബിഷപ്പിന്റെ ഇടലേഖനത്തിൽ കണ്ടു, അദ്ദേഹം ലവ് ജിഹാദും ചൂണ്ടിക്കാട്ടിയില്ല, അദ്ദേഹം പറഞ്ഞത് പ്രണയക്കെണി എന്നാണ്. അങ്ങനെ പ്രണയക്കെണിയിൽപ്പെട്ട് മതം മാറുന്ന പെൺകുട്ടികളുടെ കാര്യമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു, അതിനെതിരെ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. അങ്ങനെ പരിഹരിക്കപ്പെടാത്ത അല്ലെങ്കിൽ ആ സമൂഹത്തിൽ ആശങ്കപ്പെടുത്തുന്ന നിരവധിയായ വിഷയങ്ങളിൽ കാലാകാലങ്ങളായി ഭരിച്ചവർ, ഇടതുമുന്നണി അടക്കം ഇപ്പോഴുള്ള ഭരണകർത്താക്കൾ അടക്കം കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്ന ആശങ്ക പങ്കുവെക്കുകയായിരുന്നു ആ ബിഷപ്പ്. അങ്ങനെ നമുക്ക് കേവലമായ ചില പ്രശ്നങ്ങൾ മാത്രമല്ല, ഒരുപാട് വിഷയങ്ങൾ ആ വിഭാഗത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. അതൊക്കെ ആ സമൂഹത്തിനിടയിലേക്കും ബിഷപ്പുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്, ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. അതൊക്കെ പരിഹരിക്കാവുന്ന ഒരു ഫോഴ്സ് വന്നാൽ, ഒരു ശക്തി വന്നാൽ, ഒരു പിന്തുണ കിട്ടിയാൽ അങ്ങോട്ടേക്ക് പോകാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ ബിഷപ്പുമാർ എല്ലാവരും. അല്ല, ശ്രീ സലീം മടവൂർ, താങ്കളിലേക്ക് വരാം. പറയുന്ന ഒന്നിനെ ഈ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ട് പോലും ഇല്ലല്ലോ. ശരി, നടന്നിട്ട് പോലുമില്ല, അങ്ങനെ ഒരു സംഭവം പോലുമില്ല പറയുന്നത്. ശരി, ശ്രീ അയ്യപ്പ സലീം മടവൂർ പറയും. ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞു നിർത്താം രഞ്ജിത്ത്, ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിലും 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിലും BJP കേരളത്തിൽ ഉപയോഗിച്ച ഏറ്റവും വലിയ തന്ത്രം എന്തായിരുന്നു? ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചേർന്നുകൊണ്ട് ആ ഭരണം കൈയാളുന്നു. കേരളത്തിലെ ഭരണം ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും കയ്യിലാണെന്ന് നടത്തിയാണ് പ്രചരണം നടത്തിയത്. ഇവിടെ തീവ്ര വർഗീയതയും പശുവിന്റെ രാഷ്ട്രീയവും ഓടില്ലെന്നറിയാം. ഈ BJP അല്ലേ ക്രിസ്ത്യൻ സമൂഹത്തിന് ഈ ഭരണത്തിലായപ്പോൾ സമയക്കുറവുണ്ട്. സലീം മടവൂർ, ഈ ആദ്യമായിട്ട് ഈ പ്രണയക്കണി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞാനൊരു തെളിവ് കൊടുക്കാം. ഈ കൊടുവള്ളിയിൽ എന്റെ പ്രദേശത്തിന് സമീപത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയെ ക്രിസ്ത്യൻ യുവാവ് പ്രണയിച്ച് വിവാഹം ചെയ്തിട്ട് ഏതാണ്ട് 3-4 വർഷമായിട്ട്. ഈ വിവാഹം എന്ന് പറയുന്ന പ്രണയം എന്ന് പറയുന്നത് എത്രയോ റഷ്യയിൽ നിന്നുള്ള പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഇവിടെ പേരാമ്പ്രയിൽ പ്രണയത്തിൽപ്പെട്ട് ഇവിടെ വന്ന് പീഡനം ഉണ്ടായെന്ന് പറഞ്ഞ കേസ് കണ്ടു. ഈ പ്രണയത്തെ ഇതുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് അനാവശ്യമായിട്ട് ഒരു ഇസ്ലാമോഫോബിയ സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രചരണം നടത്തിക്കൊണ്ട് എല്ലാ ഇസ്ലാമിന്റെ ആളുകളും ഭീകരന്മാരാണ്. ഇപ്പൊ നേരത്തെ ശ്രീ PC ജോർജ്, അദ്ദേഹത്തോട് ഒരു ചോദ്യം ആദ്യം ചോദിക്കട്ടെ. നിങ്ങൾ കുറെ ദിവസമായി ശ്രീ മുഹമ്മദ് റിയാസിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു. ഒരു ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയാൻ ആഗ്രഹിക്കും. നിങ്ങൾ പറഞ്ഞല്ലോ ആവർത്തിച്ചുകൊണ്ട്, മുഹമ്മദ് റിയാസ് ഫാരീസ് അബൂബക്കറിന്റെ പെങ്ങളുടെ മകനാണ്. ഫാരീസ് അബൂബക്കർ അദ്ദേഹത്തിന്റെ അമ്മാവൻ. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും? പച്ച കള്ളമല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങൾ കുറെ കാലം കേരളത്തിലെ അസംബ്ലിയിൽ MLA ആയിരുന്ന ആളല്ലേ? നിങ്ങൾ എന്ത് പച്ചക്കള്ള ആവർത്തിച്ചത്? എത്ര തവണ നിങ്ങൾ പറഞ്ഞു ഫാരീസ് അബൂബക്കർ റിയാസിന്റെ അമ്മാവനാണ്? നിങ്ങൾ തെളിയിക്കാൻ കഴിയും? അങ്ങനെ തെളിയിച്ചാൽ ഞങ്ങളൊക്കെ ഈ പരിപാടി അവസാനിപ്പിക്കാം. നിങ്ങൾ തെളിയിക്കാൻ കഴിയില്ല. നിങ്ങൾ കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള BJP പറയുന്നത് പോലെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രചരണമാണ് അങ്ങ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ അങ്ങ് പറഞ്ഞു നേരത്തെ കുറെ കൊള്ളക്കാരാണ് ആക്രമിച്ചത്. എന്തൊരു നിലവാരമില്ലാത്ത പ്രസ്താവനയാണത്. ഞാൻ ചോദിക്കുന്നത്, റൂർക്കിയിൽ, ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ നിങ്ങൾ പറയണം, ഉത്തരം പറയണം. അവിടെ അക്രമം നടത്തിയത് കൊള്ളക്കാരാണെങ്കിൽ 1 കിലോമീറ്ററിൽ താഴെ ദൂരെയാണ് റൂർക്കിയിലെ പോലീസ് സ്റ്റേഷനിലേക്ക്. അവര് 4 തവണ പരാതി കൊടുത്തിട്ട് അവരെ മടക്കി വിട്ടു. പോലീസ് ഈ സിസ്റ്റർമാരുടെ പേരിൽ, ഈ ലാൻഡ്സിന്റെ സാധന ലാൻഡ്സിന്റെയും പെൺകുട്ടികളുടെയും പേരിലാണ് കേസെടുത്തത്. 12 ആൾക്കെതിരെ 200 ആൾ അക്രമം നടത്തിയപ്പോൾ ഈ 12 പേര് മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്തത്.
BJP ഇന്ത്യയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് ആർട്ടിക്കിൾ 25 പ്രകാരം സ്വതന്ത്രമായി മതവിശ്വാസം നടത്താനും ആ മതമനുസരിച്ച് ജീവിക്കാനുമുള്ള അവകാശം അനുവദിച്ചു കൊടുക്കുക. ഇന്ത്യയിൽ എവിടെയും ചർച്ച് ഉണ്ടാക്കിക്കൊണ്ട് ആരാധന നടത്താനുള്ള അവകാശം സ്വതന്ത്രമായി അനുവദിച്ചു കൊടുക്കുക. ഉത്തർപ്രദേശിലെ മാവുവില് നിങ്ങളുടെ ആട്ടി ഓടിച്ച ക്രിസ്ത്യാനികളുണ്ടല്ലോ, അവർക്ക് അവിടെ ചർച്ച് സ്ഥാപിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്താൻ, അവർക്ക് ആരാധന നടത്താൻ അവകാശം കൊടുക്കില്ല. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ എവിടെ ക്രിസ്ത്യാനികളെ കണ്ടാലും തല്ലി ഓടിക്കുകയാണ്. എന്നിട്ട് പറയാ കൊള്ളക്കാരൻ. അങ്ങേ പോലെ മുതിർന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ നാണമല്ലേ? അങ്ങ് ഇവിടെ KT ജലീൽ, അദ്ദേഹം ഏതോ കാലം വേറെ പാർട്ടി ഉണ്ടാവാം, ഇപ്പോൾ അദ്ദേഹം മാറി മതേതര മുന്നണിയിലാണ്. അദ്ദേഹത്തെ വീണ്ടും വേട്ടയാടുകയാണ് അങ്ങ് വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്. മുസ്ലിം പേരാണെങ്കിൽ അവരെ IS-മായി ചേർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വേട്ടയാടാതൊന്നും നല്ല രാഷ്ട്രീയമല്ല. അതുകൊണ്ടാണ് തോറ്റുപോയത്. അങ്ങ് ഇന്ന് കേരള അസംബ്ലിയിൽ ഇരിക്കേണ്ട ആൾ ഇത്തരം തരംതാണ പ്രസ്താവനകൾ നടത്തി അർത്ഥമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് മതവിദ്വേഷത്തിലൂടെ ജയിക്കാമെന്ന് അങ്ങ് കരുതി. മുസ്ലിം വിരോധത്തിലൂടെ ക്രിസ്ത്യൻ വോട്ട് എന്താ പറയാ ക്രിസ്ത്യൻ വോട്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങക്ക് ജയിക്കാമെന്ന് വിചാരിച്ചു. ക്രിസ്ത്യാനികൾ, നല്ല ക്രിസ്ത്യാനികൾ, അവർക്ക് കാര്യങ്ങൾ അറിയാം. അവർ മതേതര ചിന്താഗതിയുള്ള ആളുകളാണ്. അവർ പത്രം വായിക്കുന്ന ആളുകളാണ്. ഒരു മിനിറ്റ്. ഇവിടെ അസോസിയേഷൻ, ഇവിടെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ നേതൃത്വത്തില് 20ഓളം സ്ഥലങ്ങളിൽ അക്രമത്തെ കുറിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കിയത് പ്രധാനമന്ത്രിക്ക് അടക്കം കൊടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ അവരൊക്കെ വായിക്കുന്ന ആളുകളാണ്. അങ്ങേക്ക് വോട്ട് ചെയ്യില്ല. അങ്ങും ഇത്തരത്തിലുള്ള ആളുകളെന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണ ക്രിസ്ത്യാനികൾ കേൾക്കില്ല. അവർക്കറിയാമല്ലോ ഉത്തരേന്ത്യയിൽ എന്താ സംഭവിക്കുന്നത്. ഇവിടെ ക്രിസ്ത്യാനിക്ക് ആരുടെ സംരക്ഷണം വേണ്ട. ഇവിടെ സ്വതന്ത്രരാണ്. കേരളത്തിൽ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കും. ഇവിടെ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ഒന്നും സംരക്ഷണം വേണ്ട. ക്രിസ്ത്യാനി ഒറ്റയ്ക്ക് നിൽക്കാൻ ശക്തിയുള്ള ആളുകളാണ്. ഉത്തരേന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ, കർണാടകയിലെ മൈസൂരിലെ ചർച്ചിലെ യേശുക്രിസ്തുവിന്റെ, കുഞ്ഞു യേശുവിന്റെ ആ പ്രതിമ എടുത്ത തച്ചുടച്ച ആളുകളാ പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് ഞങ്ങൾ സംരക്ഷണം കൊടുക്കും. ശരി, ശ്രീ KV സുരേന്ദ്രൻ, അവസാനമായി ഇത്തരത്തിൽ ഈ ഒരുപാട് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടും ഇനിയുള്ള ദിവസങ്ങളിലും ഇങ്ങനെ ഒരു ഐക്യം അല്ലെങ്കിൽ ഇത്തരം ഒരു പിന്തുണ മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ പലവിധ പ്രസ്താവനകൾ സഭയിൽ നിന്ന് ഉയരാനുള്ള പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ബിഷപ്പിന്റെ മാത്രം നിലപാടാണോ എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നേക്കാം. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒരുപാട് കാതങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് BJPക്ക്. അല്ല, അതിനൊക്കെ മുമ്പ് രഞ്ജിത്തെ എനിക്കൊരു കാര്യം ചൂണ്ടിക്കാണിക്കാതെ വയ്യ. എനിക്ക് മുമ്പ് സംസാരിച്ച കോൺഗ്രസിന്റെ നേതാവ് ബഹുമാന്യനായ ആലഞ്ചേരി പിതാവിനെ ഇത്രമാത്രം ആക്ഷേപിക്കാൻ പാടില്ലായിരുന്നു. കർദിനാളിനെ ആക്രമിക്കുകയല്ലേ അദ്ദേഹം ചെയ്തത്. സ്ഥാപിത താല്പര്യമുണ്ട് എന്നല്ലേ അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇത്തരത്തില് കേരളത്തിലെ ആരാധനായ ഒരു ക്രൈസ്തവ മത മേധാവിയോട് പെരുമാറാൻ പാടുണ്ടായിരുന്നോ? ഇത് ഗുരുതരമായ അവിവേകമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്തരത്തില് ആലഞ്ചേരി പിതാവിനെ പോലെ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മതമേധാവിയോട് പെരുമാറാൻ പാടില്ലായിരുന്നു. അദ്ദേഹം BJP വോട്ട് ചെയ്യണമെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് കയറി പറയല്ലേ? ശ്രീ KV സുരേന്ദ്രൻ പറഞ്ഞോളൂ. ഇടയ്ക്ക് കയറി പറയല്ലേ? ഞങ്ങൾ ഇപ്പൊ ആലഞ്ചേരി പിതാവിന്റെ ആ അഭിമുഖം ഒന്ന് വായിച്ചു നോക്കൂ. അദ്ദേഹം BJPക്ക് വോട്ട് ചെയ്യാനെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് ഈ ഗവൺമെന്റിൽ വിശ്വാസമുണ്ട്, ഒരു ഗവൺമെന്റ് കൊടുക്കുന്ന സെക്യൂരിറ്റി ഉണ്ട്. അത് അദ്ദേഹം തുറന്നു പറഞ്ഞു. അതിൽ ഇത്ര ആശങ്ക ഇവർക്കെന്തിനാ? ഞങ്ങൾ പറഞ്ഞില്ലല്ലോ BJPക്ക് വേണ്ടിയിട്ടാണ് ആലഞ്ചേരി പിതാവ് സംസാരിച്ചതെന്ന്. അദ്ദേഹം നിഷ്പക്ഷമായിട്ടുള്ള ഒരു വസ്തുതാപരമായ നിലപാടെടുക്കുകയല്ലേ ചെയ്തു. അതിനെക്കുറിച്ച് ഇത്ര വലിയ ആക്ഷേപം ചൊരിയേണ്ടതുണ്ടോ? പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ മാർക്സിസ്റ്റുകാര് ശ്രീനാരായണ ഗുരുദേവനെ കുരിശിലേറ്റി ചുവന്നുകൊണ്ട് നടന്നവരാണ്. എത്ര ആക്ഷേപിച്ചിട്ടുണ്ട്. ശിവഗിരിയിലേക്ക് EMSന്റെ കാലത്ത് പോകുമായിരുന്നോ? ശരി, എന്ന് പോലെ ഇവര് ശിവഗിരി പോകാൻ തുടങ്ങിയത്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് കളിയാക്കാനൊന്നും നിൽക്കണ്ട. ഇവര് മതത്തിനെതിരാണ്, മതത്തെ ചൂഷണം ചെയ്യാണ് ഈ കൂട്ടർ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അതിനല്ല. നല്ല നിലപാട് ഓരോരുത്തരെടുത്താൽ അതിനെ സ്വാഗതം ചെയ്യും. സത്യസന്ധമായ നിലപാടെടുക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് ക്രൈസ്തവ മതമേധാവിമാരെ ആക്ഷേപിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കത്തെ പിന്തുണയ്ക്കാൻ ഒരു സാധ്യതയും. ശ്രീ സലീം മടവൂർ, ശ്രീ രാജു പി നായർ, ഏതായാലും ആലഞ്ചേരി പിതാവിന്റെ
പ്രസ്താവനയായിരുന്നു, അദ്ദേഹത്തിന്റെ അഭിമുഖമായിരുന്നു വളരെ പ്രധാനമായി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടി വന്നത്. കാരണം BJP-ക്കുള്ള ഐത്തം, BJP ഞങ്ങൾ മാറ്റി നിർത്തേണ്ട പാർട്ടിയല്ല. ഒപ്പം നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് നരേന്ദ്രമോദി ഏറ്റവും ശക്തനായ നേതാവാണ് രാജ്യത്തെ എന്ന് പറഞ്ഞു വെക്കുന്നു. BJP-ക്കൊപ്പം നിൽക്കുന്നതിൽ തങ്ങൾക്ക് ഒട്ടും പിന്നോട്ടില്ല എന്ന തരത്തിലുള്ള വ്യാഖ്യാനവും ആ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കൂട്ടിവായിക്കപ്പെടുന്നു. സൺഡേ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.